ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഇത് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് 10-ാം സങ്കീർത്തനമാണ്. ഇത് നീതിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ്. യഹോവയെ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? കഷ്ടകാലത്ത് നീ മറിഞ്ഞു കളയുന്നത് എന്ത് എന്ന് തുടങ്ങുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രധാന സന്ദേശം നൽകുന്നു. 9-ാം സങ്കീർത്തനം തുടർച്ചയായിട്ടാണ് 10-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് എന്ന് ഗ്രീക്ക് പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സങ്കീർത്തനം 9-ൽ ഇസ്രായേലിന് ചുറ്റുമുള്ള ശത്രുക്കളെ പറ്റിയാണെങ്കിൽ 10-ൽ ഇസ്രായേലിൽ നിന്നുള്ള ദുഷ്ടന്മാരെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ദുഷ്ടന്റെ മനോരഥം, ആത്മപ്രശംസ, ദുരാഗ്രഹം, ദൈവത്തെ അഗണ്യമാക്കുന്ന മനോഭാവം, ശാപം, വ്യാജം, നിസ്സായരെ നിർഭയം പീഡിപ്പിക്കൽ തുടങ്ങി അവന്റെ ദുസ്വഭാവത്തിന്റെയും ദുഷ്പ്രവൃത്തിയുടെയും ഒരു നീണ്ട പട്ടിക ഇതിൽ നൽകുന്നു. 18 വാക്യങ്ങളുള്ള ഈ അധ്യായത്തെ നമുക്ക് 3 ഭാഗങ്ങളായി തിരിക്കാം. 1 മുതൽ 11 എന്നുള്ള വാക്യങ്ങളിൽ ദുഷ്ടന്മാരുടെ പീഡനത്തിനിരയായവരുടെ നിലവിളി, യഹോവയെ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? ഈ ചോദ്യം അനേകരുടെ നാവിൽ നിന്ന് ഉയരുന്നതാണ്. കഷ്ടതകളും വൈഷമ്യങ്ങളുടെയും നടുവിൽ കഴിയുമ്പോൾ ദൈവം എന്തുകൊണ്ട് സഹായത്തിന് എത്തുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. സങ്കീർത്തനം 46:1 ഇതിന് ഉത്തരം നൽകുന്നുണ്ട്. കഷ്ടതകളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുക. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടന്മാരുടെ മനോഭാവം വിവരിക്കുന്നു. ദുഷ്ടൻ കാപട്യത്തോടെ മറ്റുള്ളവരോട് ചേർന്ന് ഹല്ലേലൂയ പാടുന്നു. ദൈവം ഇല്ല എന്നും ദൈവം മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരില്ല എന്നും ചിന്തിക്കുന്നു. അഹന്തയിൽ മത്തുപിടിച്ച് അനർത്ഥങ്ങളെയൊക്കെ കീഴടക്കാമെന്ന് വീമ്പെടുക്കുന്നു. 7 മുതൽ 11 വാക്യങ്ങളിൽ ദുഷ്ടൻ മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കുന്നു എന്ന് വിവരിക്കുന്നു. ദൈവം ഉണ്ട് എന്നുള്ളതിനെ അവർ നിരസിക്കുന്നില്ല. യേശുവിനെ അടിക്കുന്നതിന് ആരാണെന്ന് അറിയാതിരിക്കുന്നതിന് യഹൂദന്മാർ അവിടുത്തെ മുഖം മൂടിയതുപോലെയാണ് ദുഷ്ടന്മാർ ചെയ്യാറുള്ളത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ, എന്നിൽ നിന്ന് ദൈവത്തെ മറയ്ക്കാമായിരിക്കാം, പക്ഷേ ദൈവത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്നത് അസാധ്യം. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. നീതിയുള്ള ന്യായാധിപനായ ദൈവം ഉണർന്നെഴുന്നേറ്റ് തന്റെ ശക്തമായ കരം നീട്ടി ദുഷ്ടനെതിരായി വിധി നടത്തുവാൻ അപേക്ഷിക്കുന്നു. ദൈവം അനാഥരെ സഹായിക്കുന്നവനും സംരക്ഷിക്കുന്നവനുമാണ്. അതുകൊണ്ട് ദൈവം തിന്മ പ്രവർത്തിക്കുന്നവരുടെ ശക്തി ഇല്ലാതാക്കുക മാത്രമല്ല, ദുഷ്ടതയെ നശിപ്പിച്ച് ഇല്ലാതാക്കുക കൂടി ചെയ്യുന്നു. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ യഹോവ പ്രാർത്ഥന കേട്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ദൈവത്തിന്റെ സാർവത്രികമായ ശക്തിയെക്കുറിച്ച് സകലത്തിനുമുള്ള അവിടുന്ന് കർത്തൃത്വത്തെക്കുറിച്ചുമുള്ള നിർണയം വ്യക്തമാക്കുന്നു. യഹോവ എന്നേക്കും രാജാവാകുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സർവാധിപത്യം ഉറക്കെ പ്രഘോഷിക്കുകയാണ്. ലോകത്തിലെ ഒരു മനുഷ്യനും അവരുടെ മേൽ അന്യായമായ അധികാരം കൈയാളുകയില്ല, കാരണം ദൈവം രാജാവായി വിരാജിക്കുന്നു. ഈ അധ്യായത്തിന്റെ സന്ദേശം, കഷ്ടതകളും പ്രശ്നങ്ങളും നടുവിൽ നിരാശ നമ്മെ ബാധിച്ച് ദൈവം ദൂരത്തായിരിക്കുന്നു എന്നും മറിഞ്ഞിരിക്കുന്നുവെന്നും തോന്നാം. കണ്ണീർ കൊണ്ട് കുതിർന്ന കണ്ണുകൾ സമീപസ്ഥനായ കർത്താവിനെ നമ്മൾ തിരിച്ചറിയുന്നെന്നും മാത്രം. ദുഷ്ടന്റെ സ്വഭാവം, മനോഭാവം, പ്രവൃത്തികൾ ഇവയെല്ലാം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് നന്മ നിറഞ്ഞ ഈ ലോകത്തിൽ അവ ഒരു യാഥാർത്ഥ്യമാകുന്നു എന്നും നന്മ മനസ്സിലാക്കാനാണ്. തിന്മ അതിപ്രസരമുണ്ടാകുമ്പോൾ കാരണീയമായ ഒന്നുണ്ട്, ഉള്ളുരുകി പ്രാർത്ഥിക്കുക. നാം നിശ്ചയിക്കുന്ന സമയമല്ല ദൈവത്തിൻ്റെത്. അവിടുത്തെ പദ്ധതി ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഈ ഭാഗത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്, നന്മ ചെയ്യുന്നവരെ ദൈവം സംരക്ഷിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ. ഒരു നാളും ദൈവം കൈവിടുകയില്ല. തിന്മ ചെയ്യുന്നവനെ ശിക്ഷിക്കുകയും ചെയ്യും എന്നും വെളിപ്പെടുത്തുന്നു. യുഗപ്രഭാവനായ ഒത്താദ്യോസ് തിരുമേനി നന്മ ചെയ്യുന്നതിൽ ഒരു നാളും ഞങ്ങൾ തളർന്നു പോകരുത് എന്ന് നമ്മളെ പ്രാർത്ഥിപ്പിക്കുവാൻ പഠിപ്പിക്കുന്നു. ചില വിഷയങ്ങളിൽ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ അറിയാതെ തന്നെ ചില തിന്മ പ്രവർത്തികളിൽ ഉൾപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും അതിൽ നിന്നുമൊക്കെ നമുക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവികനാണ്. അതിന് കുടുംബ പ്രാർത്ഥനയും ഔദാശിക ജീവിതവും കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ എളിയവരെ സഹായിക്കുന്ന ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാമൂഹ്യതയുടെ വക്താക്കളാകുവാൻ ആഹ്വാനം ചെയ്തു. അങ്ങനെ ഈ വേദഭാഗത്തിന്റെ പഠനത്തിലൂടെ ദൈവികരായി നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകാതെ സാമൂഹ്യതയുടെ വക്താക്കളായി ജീവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.